ശരിയാണ് ഡോക്ടർ ബി ജയരാജ്, ആ ചോദ്യം പ്രസക്തമാണ്. നിയമസഭയിൽ സ്പീക്കറെ നോക്കി സംസാരിച്ചാൽ മതി, ശരിയാണ്. എങ്കിലും അറിയാതെയെങ്കിലും കെ രമയുടെ മുഖത്ത് നോക്കി മറുപടി പറയേണ്ടി വരുമോ എന്നുള്ള ആ ഒരു ഉള്ളിൽ നിന്നുള്ള ആ ഒരു മടിയുണ്ടല്ലോ, അത് മുഖ്യമന്ത്രിക്കുണ്ട്. അതല്ലെങ്കിൽ ആർജവത്തോടെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു, ഒരു സംരക്ഷണവും നൽകിയിട്ടില്ല, ഒരണ്ണൻ സിജിത്തിനും നൽകിയിട്ടില്ല, ഒരു മുഹമ്മദ് ഷാഫിക്കും നൽകിയിട്ടില്ല, ഒരു TK രജീഷിനും നൽകിയിട്ടില്ല, ഇനിയൊട്ട് കൊടിസുനിക്കും നൽകുകയില്ല, കിർമാണി മനോജിനും നൽകുകയില്ല എന്നൊക്കെ മുഖ്യമന്ത്രിക്ക് പറയാമായിരുന്നു. എന്തുകൊണ്ട് മുഖ്യമന്ത്രി അത് നൽകിയില്ല എന്ന ചോദ്യമാണ് ചോദിക്കുന്നത്. അതിനുള്ള മറുപടി മുഖ്യമന്ത്രി പറഞ്ഞേ തീരൂ. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പീക്കർക്ക് ഇങ്ങനെ മറച്ചു പിടിക്കാം പ്രതിപക്ഷത്തെ, പക്ഷേ ഷംസീറിന് അത് സാധിക്കുകയില്ല. മുഹമ്മദ് ഷാഫിയുമായുള്ള ബന്ധം അറിയാവുന്നതാണ്, ഈ പൊതുസമൂഹത്തിന് അറിയാവുന്നതാണ് ഷംസീറിന്റെ ബന്ധം. ഇപ്പോൾ ഒരു വിവാഹത്തിന് പങ്കെടുത്തെന്ന് പറഞ്ഞിട്ട് ഒരാളുമായിട്ട് ബന്ധമുണ്ടെന്നൊന്നും നമുക്ക് സ്ഥാപിക്കാൻ പറ്റില്ല. ഇപ്പോൾ കാസർഗോഡ് തന്നെ പെരിയയിലെ അവിടെ പോയപ്പോൾ പൊതുപ്രവർത്തനം എന്നുള്ള രീതിയിൽ പല ആളുകളുടെ കല്യാണങ്ങൾക്കൊക്കെ പങ്കെടുക്കേണ്ടിയൊക്കെ വരും. അതൊരു കൊലക്കേസിലെ പ്രതിയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കൊലക്കേസിൽ ഉൾപ്പെട്ട വ്യക്തിയായിരിക്കാം എന്നൊക്കെ ഉള്ളത് പൊതുപ്രവർത്തനം പറ്റൂ. നിങ്ങൾ അദ്ദേഹത്തെ സ്പീക്കറാക്കിയപ്പോൾ ഇവർ പുറത്താക്കി. കാസർഗോഡ് ചില വിഷയങ്ങളാണ്, മറ്റു ചില വിഷയങ്ങളാണ് കാസർഗോഡ് മറ്റു ചില വിഷയങ്ങളുടെ പേരിലാണ് പുറത്താക്കിയത്. ഇതൊന്നും അല്ല വിഷയം. താങ്കൾ സംസാരിച്ചപ്പോൾ ഞാൻ ഇടപെട്ടില്ലല്ലോ. താങ്കൾ പുറത്താക്കിയിട്ടുണ്ടാവും. അതിന് വേറെ വിഷയങ്ങളുണ്ട്. കാസർഗോഡ് കോൺഗ്രസിനകത്ത് നടക്കുന്ന വേറെ പ്രശ്നങ്ങളെ കുറിച്ചൊന്നും പറയാനല്ലല്ലോ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. ഇതിനകത്ത് ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞ ഇതൊരു ടെസ്റ്റ് ഡോസ് ആണെന്ന്. എന്ത് ടെസ്റ്റ് ഡോസ്? ഇത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഇതിന്റെ ഇടയിൽ കൂടെ എങ്ങനെയാണ് ഗവർണർ സൈൻ ചെയ്യൂ? ഈ 59 പേരുടെ അങ്ങോട്ട് ലിസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ തൊള്ളതൊടാതെ വിഴുങ്ങുന്ന ആളാണോ? രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് ഞങ്ങളുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ട. അതായത് ഇങ്ങോട്ട് അവരിൽ നിന്ന്, ആ കൊടും ക്രിമിനലുകളിൽ നിന്ന് ഇങ്ങോട്ടൊരു ചോദ്യം വരരുത്, നാളെ അവരുടെ വായിൽ നിന്നൊന്നും മൊഴിയരുത്, അതിനുവേണ്ടി മുൻകൂട്ടി എറിഞ്ഞു, അത്രയേ ഉള്ളൂ. പൊതുസമൂഹം വിഡ്ഢികളല്ല ഡോക്ടർ ബി ജയരാജ്. നടക്കാത്ത കാര്യമാണെങ്കിൽ കൂടി ഞങ്ങൾ പരമാവധി ശ്രമിച്ചു. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് വിക്രിയ കാണിച്ചത്? അതുകൂടി പറയുന്ന കാര്യമൊന്നുമില്ല. അവർ തുറന്നു പറഞ്ഞേനെ, ഞങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇന്ന ആളുകളാണ് എന്ന് പറഞ്ഞേനെ. ഈ പറഞ്ഞ കണക്കല്ല ജയിലിനകത്ത് സുഖവാസം. ഇപ്പൊ ഗോവിന്ദസ്വാമി എന്ത് സുഖവാസമാണ് അവിടെ നയിക്കുന്നത്? ഗോവിന്ദസ്വാമിക്ക് ഒരു സുഖവാസമല്ല. പക്ഷേ നാട്ടുകാർ കാണുമ്പോൾ ഗോവിന്ദസ്വാമി വെയിലൊന്നും അടിക്കാതിരിക്കുന്നുണ്ട്, ഗോവിന്ദസ്വാമി കൃത്യമായിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഗോവിന്ദസ്വാമി വൃത്തിയായിട്ടിരിക്കുന്നു. ഗോവിന്ദസ്വാമിക്ക് സുഖവാസം എന്നാണ് ഇവിടുത്തെ മാധ്യമങ്ങൾ എഴുതുന്നത്. എന്ത് സുഖവാസം? സുഖവാസം അനുഭവിക്കുന്നത് അതാണ്. താങ്കളൊന്ന് അന്വേഷിച്ച് നോക്കൂ. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കൊടും കുറ്റവാളികൾ എത്ര ദിവസം ജയിലിനുള്ളിലുണ്ട്? അവർക്ക് പരോൾ കിട്ടുന്നത് നിയമാനുസൃതമായിട്ടാണോ? ഇതൊക്കെ താങ്കളൊന്ന് പോയി അന്വേഷിച്ച് നോക്കൂ. മുമ്പ് കുഞ്ഞനന്ദന് കിട്ടിക്കൊണ്ടിരുന്നത് ഇങ്ങനെയാണോ? കുഞ്ഞനന്ദൻ എന്ന് പറയുന്നത് താത്വിക ആചാര്യന്മാരിൽ ഒരാളായിരുന്നുവല്ലോ. 45 ദിവസവും അല്ലാത്തപ്പോൾ 60 ദിവസമാണ് പരോൾ അനുവദിക്കുന്നത് പരമാവധി. ഇപ്പോൾ ആ പരോൾ പോലും അനുവദിക്കരുതെന്നാണ് ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. പരോളിന് പോലും ഇവർ പുറത്തിറങ്ങാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടൊരു വിധിയാണ്. നമ്മുടെ ഇവിടെ പെരുമാറ്റച്ചട്ടം അവസാനിച്ചത് എന്താണെന്ന് അറിയാമല്ലോ താങ്കൾക്ക്. ജൂൺ 6-നാണ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവസാനിച്ചത്. അതിന്റെ തൊട്ടടുത്ത ദിവസം 10 പേർ ഒന്നിച്ച് വെളിയിൽ ഇറങ്ങി. ഡോക്ടർ ബി ജയരാജ്, താങ്കൾ അത് അന്വേഷിക്കാതെ പറയരുതേ. 10 പേർ, TP കേസിലെ കൊടും കുറ്റവാളികളായ 10 പേർ പരോളിലിറങ്ങി ഒരുമിച്ച്. ഈ പറയുന്ന TK രജീഷ് വെളിയിലാണിപ്പോൾ, അണ്ണൻ സിജിത്ത് വെളിയിലാണിപ്പോൾ, മുഹമ്മദ് ഷാഫി വെളിയിലാണിപ്പോൾ. അന്വേഷിച്ച് നോക്കൂ. അങ്ങനെയാണെങ്കിൽ അത് കോടതി അലക്ഷ്യമാവില്ലേ? കോടതിക്ക് ഇതിനകത്ത് നേരത്തെ കമാൽ പാഷ പറഞ്ഞതുപോലെ, ജസ്റ്റിസ് കമാൽ പാഷ, മുൻ ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞതുപോലെ ഇവിടെ സർക്കാരിന് കോടതി ബാധകമല്ലെന്ന് അറിയാമല്ലോ. അതിന്റെ തെളിവാണല്ലോ. അതിന്റെ തെളിവാണ്. അതൊക്കെ പഴുതുകളുണ്ട്. കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള പ്രവൃത്തികളാണ് ഈ പറയുന്ന കുഞ്ഞനന്ദന് തുടർച്ചയായിട്ട് പരോൾ കിട്ടിക്കൊണ്ടിരുന്നത് നിയമാനുസൃതമായിട്ടാണോ? ഒന്ന് നിജേഷ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ. ഞാൻ മടുത്തു. നിജേഷ് ഒന്ന് പറഞ്ഞു കൊടുക്കൂ, കുഞ്ഞനന്ദന് എന്തൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത്? എന്തെങ്കിലും സാഹചര്യം. കുഞ്ഞനന്ദൻ ഒരു സീരിയസ്ലി ഇൽ പേഷ്യന്റ് ആയിരുന്നു, ടെർമിനലി ഇൽ പേഷ്യന്റ് ആയിരുന്നു. കുഞ്ഞനന്ദൻ ഈസ് നോ മോർ നൗ. അതുപോലെ ഈ ജ്യോതി ബാബു എന്ന് പറഞ്ഞ ആള് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണ്. അപ്പൊ അതിനുള്ള അതല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രതി, ഇതിനി വേറൊരു കേസിലെ പ്രതിയാണെങ്കിൽ അവരുടെ മനുഷ്യാവകാശം ലംഘിച്ചെന്ന് മറ്റുള്ളവർ പറയില്ലേ?
ഈ ഷാഫി കേസ് എന്ത് ആയതുകൊണ്ട് ഇങ്ങനെ പേഷ്യന്റാണ്? സംസാരിക്കുന്നു. മറ്റൊരു ഷാഫിക്ക് എന്താണ് കേസിലാണ് അസുഖം? പ്രതി. ഷാഫിക്ക് എന്താണ് അസുഖം? മറ്റ് പല രാഷ്ട്രീയ ടി കെ തടവുകാരെയും രജീഷിന് മറ്റ് എന്താണ് പല അസുഖം? കൊലക്കേസിലെ തിരുമാണി മനോജിന് പ്രതികളെയൊക്കെ എന്താണ് അസുഖം? നമ്മള് ഇത് കൊടുക്കാറുണ്ടല്ലോ. അല്ലെങ്കിൽ ജയിലിനകത്ത് കിടന്ന് മരിച്ചാൽ അതിനകത്തിട്ട് കൊല്ലിച്ചെന്ന് പറയില്ലേ, അതിനകത്തിട്ട് കൊല്ലിച്ചു, ഇയാൾ തുറന്നു പറയാതിരിക്കാൻ വേണ്ടി അതിനകത്ത് വെച്ച് മർഡർ ചെയ്തു എന്നായിരിക്കും ആരോപണം കൊണ്ടുവരാൻ പോകുന്നത്. അതുകൊണ്ട് അത്യന്തം തീവ്ര നിലയിലുള്ള രോഗികൾക്ക് ചികിത്സ കൊടുക്കേണ്ടുന്നത് അത് അങ്ങനെയാണ്, ജയിൽ നിയമം അനുസരിച്ച് അങ്ങനെ തന്നെയാണ് കൊടുക്കേണ്ടുന്നത്. അതുകൊണ്ടാണ് അവരെ പോലീസ് സുരക്ഷയോടുകൂടി ഈ ഹോസ്പിറ്റൽ ബ്ലോക്കുകളിൽ കിടത്തിയിരിക്കുന്നത്. അല്ലാതെ വെറുതെ ഒന്നും ചുമ്മാ രാഷ്ട്രീയക്കാർ തലകറങ്ങി വീഴുന്ന പോലെ കറങ്ങി വീണാലൊന്നും ജയിലിലൊന്നും അഡ്മിറ്റ് ചെയ്തില്ല. അരവിന്ദ് കെജ്രിവാളിന്റെ കേസിൽ നമ്മൾ കാണുന്നതാണ്. ശരി, പക്ഷേ ഇതിലങ്ങനെയല്ല കേട്ടോ. അല്ല, ഡോക്ടർ ബി ജയരാജൻ, ഞാൻ താങ്കളോട് തർക്കിക്കുന്നില്ല. പക്ഷേ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൽ ജയിലിൽ നടക്കുന്നത് അത് നമ്മളുടെയൊക്കെ ഈ ചിന്തകൾക്ക് പോലും അപ്പുറമുള്ള കാര്യങ്ങളാണ്. അത് നാട്ടുകാർക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ കെമാൽ പാഷ അല്പം മുമ്പ് പറഞ്ഞു, ഒരു നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമാണ് കാര്യങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നിജേഷ്, ജയരാജനുള്ള മറുപടി. ഇന്ന് തന്നെ കോടതിയിൽ നിന്ന് ഒരു നാല് പ്രതികളെ വെറുതെ വിട്ടു. അതിനകത്ത് പ്രധാനപ്പെട്ട നേതാക്കന്മാരെ അതും ഇതും കൂടെ കൂട്ടിക്കുഴയ്ക്കാതെ നമ്മൾ പ്രധാനമായിട്ട് ഒരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. ഇന്നത്തെ ഒരു കേസ് വെറുതെ വിട്ടതാണ്. അവര് അങ്ങനെ വെറുതെ വിടാൻ പാടുണ്ടോ? വളരെ നിഷ്ഠൂരമായ ഒരു കൊലപാതകമായിരുന്നില്ലേ അത്? എന്തുകൊണ്ടാണ് അത് ചെയ്തത്? അന്ന് മൂന്ന് പോലീസ് ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്യാൻ ഒരു ദിവസം വേണ്ടി വന്നിരുന്നില്ല കേരള ഗവൺമെന്റ്. ഞാൻ അതാ പറഞ്ഞത്. മൂന്നാളുകളെ ഒറ്റയടിക്ക് സസ്പെൻഡ് ചെയ്ത് ഓർമ്മയില്ലേ നിങ്ങൾക്ക്? എന്തേ? നിങ്ങളിപ്പോ പറഞ്ഞ പ്രകാരം കുറ്റം ഇയാൾക്കാണ് എങ്കിൽ അദ്ദേഹത്തിന് എന്ത് നടപടിക്രമമാണ് വേണ്ടത്? ഒരു നടപടിക്രമം ആവശ്യമില്ല. കേരളത്തിനകത്ത് മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വാട്സപ്പ് മെസ്സേജ് അയച്ച 1000 പോലീസുകാരെ സസ്പെൻഡ് ചെയ്ത നാടാത്. അതുകൊണ്ട് അന്വേഷണത്തിന്റെ ആവശ്യമൊന്നുമില്ല. അത് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താണ്? സർക്കാർ പറയുന്ന പണിയാണ് ആരെടുത്തു കൊടുത്തത്? ഇവരെടുത്തു കൊടുത്തത്. അതുകൊണ്ടാണ് ഇത് ചെയ്യാത്തത്. ഞാൻ അത് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞത്. പരിയാരം മെഡിക്കൽ കോളേജിനകത്ത് ജയിൽ സെല്ലുണ്ടോ മിസ്റ്റർ ജയരാജ്? നിങ്ങൾ അന്വേഷിക്കേ. പരിയാരം ഗവൺമെന്റ് കോളേജിനകത്ത് ജയിൽ സെല്ലില്ല. പ്രതികളെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ട് ജയിലിന്റെ സെല്ലുകൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിനകത്തുണ്ട്. നിങ്ങളൊന്ന് പോയി നോക്ക്. കോഴിക്കോട്ട് മെഡിക്കൽ കോളേജിനകത്തുണ്ട്. കോഴിക്കോട്ടെ ജയിലിലെ ആളുകൾ കൊണ്ടുവരാം. കണ്ണൂർ ഗവൺമെന്റ് ആശുപത്രിക്കകത്തുണ്ട്. പരിയാരത്ത് സുഖ സൗകര്യങ്ങളോട് കൂടിയിട്ട് ജ്യോതി ബാബു താമസിക്കുന്നുണ്ടെങ്കിൽ അത് ഈ സർക്കാരിൻ്റെതാ. സർക്കാർ കൊടുത്ത പ്രിവിലേജ് ആണ് അവർക്ക്. ഒരു കാരണവശാലും പരോൾ കൊടുക്കാൻ പാടില്ല എന്നുള്ള ആളുകൾക്ക് ജൂൺ മാസം 6-ാം തീയതി പെരുമാറ്റച്ചട്ടം അങ്ങ് പിൻവലിക്കുന്ന സമയത്ത് അവർ പരോളിലിറങ്ങിയ വാർത്ത വെണ്ടയ്ക്കയിൽ എല്ലാ പത്രങ്ങളും നിരത്തി. അത് താങ്കൾ അറിഞ്ഞില്ല, ഇടതുപക്ഷ സഹയാത്രികനായ താങ്കൾ അറിഞ്ഞില്ല എന്നുള്ളത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. ഞങ്ങൾ ഇവിടെ പറയും, ഞാൻ വടകരയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ പലപ്പോഴും ടെലിവിഷൻ ചാനൽ ചർച്ചകൾക്ക് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് പോയതാ. TP എന്ന വാക്ക് ഒന്ന് ഉച്ചരിക്കുമ്പോഴേക്കും അവിടെ ബഹളം കൂട്ടാൻ വേണ്ടി മാത്രം കുറെ ആളുകളെ അണിനിരത്തിയിരുന്നു. ഏത് ചാനൽ ചർച്ചയിൽ പോയാലും TP എന്ന് പറയുമ്പോഴേക്കും അവർ ബഹളം തുടങ്ങും. ആ ബഹളത്തിനുള്ള മറുപടിയാണ് കൊടുത്തത് ജനം. ആ ബഹളം കൂട്ടിയവർക്കുള്ള മറുപടിയാണ് ഈ ജനം കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ വിശ്വസിക്കുന്നത് ജനകീയ കോടതിയെ കൂടി തന്നെയാണ്. ഇതൊക്കെ ജനങ്ങളുടെ മുന്നിൽ തന്നെ രാഷ്ട്രീയത്തിൽ ജയങ്ങളുണ്ടാവും, തോൽവികളുണ്ടാവും. അത് സ്വാഭാവികമാണ്. ജനം കൊടുത്ത മറുപടി അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ തവണ 100 തവണ തന്ന് സീറ്റ് തന്ന് വിജയിപ്പിച്ചത് നിങ്ങൾക്ക് ജനം നൽകിയ മറുപടിയാണോ? അതിന് മുമ്പത്തെ തെരഞ്ഞെടുപ്പ് ജയിച്ചത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് ജനം നൽകിയ മറുപടിയാണോ? അങ്ങനെയൊക്കെ വ്യാഖ്യാനിക്കേണ്ടി വരുമല്ലോ. അങ്ങനെയാണ് ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊണ്ട് ജനങ്ങൾ അങ്ങ് മറുപടി നൽകിയെന്നൊന്നും പറഞ്ഞു പോലെ ഇവിടെ നടന്നിട്ടുള്ള കോലീബി സഖ്യത്തിനെ കുറിച്ച് എല്ലാവർക്കും വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത്. എങ്ങനെയാണ് കമ്മ്യൂണൽ പാർട്ടീസിന്റെ വോട്ടുകൾ പോക്കറ്റിലാക്കിയത്? ഇവിടെ ഒരു CPM കാരനും ഒരു ഇടതുപക്ഷക്കാരനും കോൺഗ്രസിന് എന്തായാലും വോട്ട് ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും വ്യാഖ്യാനിക്കാൻ താങ്കൾ ശ്രമിക്കുകയും വേണ്ട. ഇവിടെ വോട്ട് വാങ്ങിയിട്ടുള്ളത് ലീഗുകാരന്റെയും PFI കാരന്റെയും SDPI കാരന്റെയും കേരളത്തിൽ താമസമുണ്ടോ? ഇത് ഞാനല്ല പറഞ്ഞത്. ഞാനല്ല പറഞ്ഞത്. BJP-യിലേക്ക് വോട്ട് പോയി എന്നുള്ളത് CPM-ന്റെ പാർട്ടിക്കകത്ത് 5 ദിവസത്തെ ചർച്ചയുടെ ബാക്കി പത്രമാണ് മിസ്റ്റർ. ഞങ്ങൾ എങ്ങനെ വടകരയിൽ 1,15,000 വോട്ടും ജയിച്ചു മിസ്റ്റർ? എങ്ങനെ ഞങ്ങൾ കോഴിക്കോട്ട് 1,45,000 വോട്ട് ജയിച്ചു മിസ്റ്റർ? ഞങ്ങൾ എങ്ങനെ 1,00,000-ലധികം വോട്ടുകൾക്ക് കാസർഗോഡ് ജയിച്ചു മിസ്റ്റർ? BJP-യുടെ വോട്ടും കോൺഗ്രസിന്റെ വോട്ടും കൂടിക്കൊണ്ടിരിക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് എവിടെ പോയി മിസ്റ്റർ? ഇതൊന്നും താങ്കൾക്ക് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിൽ അത് പറ. കേരളത്തിലെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്ക്. കേരളത്തിലെ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്ക്. നിങ്ങളുടെ വോട്ട് ഞങ്ങളിപ്പോ കമ്മ്യൂണിസ്റ്റുകാരെ ഞങ്ങൾ 3 തരം കമ്മ്യൂണിസ്റ്റുകാരെയാണ് മിസ്റ്റർ ജയരാജ് കാണുന്നത്.
കരുതിയാലുണ്ടല്ലോ മൂന്ന് തരം അതൊക്കെ അങ്ങ് കമ്മ്യൂണിസ്റ്റുകാരുണ്ട്. വെച്ചേക്കത്തുള്ളൂ. അത് നടക്കുന്ന കോൺഗ്രസിന് കാര്യമല്ല വോട്ട് ചെയ്യുന്ന കേരളത്തില്. കമ്മ്യൂണിസ്റ്റ്, കേരളത്തിലെ BJP ക്ക് പ്രബുദ്ധരായ വോട്ട് ജനം ചെയ്യുന്ന കോൺഗ്രസിന്റെ കമ്മ്യൂണിസ്റ്റ്, ഇരട്ടത്താപ്പ് CPM ന് വോട്ട് വളരെ ചെയ്യുന്ന വ്യക്തമായിട്ട് കമ്മ്യൂണിസ്റ്റ്. മനസ്സിലാക്കുന്നുണ്ട്. ഈ മൂന്ന് തരം ഇനി കമ്മ്യൂണിസ്റ്റുകളുണ്ട്. രാഹുൽ ഗാന്ധി അല്ല, ഇനി പ്രിയങ്ക ഗാന്ധിയുടെ കൊണ്ടൊന്ന് മത്സരിപ്പിച്ചാലും ഇരട്ടത്താപ്പൊക്കെ ഈ നിങ്ങൾ തെരഞ്ഞെടുപ്പിൽ കുറേക്കാലം ഒരു പറഞ്ഞു കാര്യം മിസ്റ്റർ. ചെയ്യൂ, നിങ്ങൾ ഇനിയുണ്ടല്ലോ ആ കുടുംബത്തിലെ ആളുകൾ, അല്ല, അവരെ എല്ലാം കൊണ്ട് നിങ്ങള് നിയമസഭയിലേക്ക് മത്സരിപ്പിക്കൂ. നിങ്ങളൊരു മാർഗമുണ്ട്, നിങ്ങൾക്ക് നേതാക്കന്മാരില്ലാത്തതുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ മക്കളെ കൊണ്ടുവന്ന് മത്സരിപ്പിക്കും. ഇവിടെ നിയമസഭയിലേക്ക് കൊണ്ടുപോകാം. എന്നാൽ ഇക്കാര്യത്തിൽ TP കേസിലെ ഈ കുറ്റവാളികൾക്ക് എങ്ങനെ ശിക്ഷായിളവ് നൽകുവാൻ കഴിയും, അല്ലെങ്കിൽ ശിക്ഷായിളവ് നൽകുവാൻ എന്തിന് ശ്രമിച്ചു എന്നുള്ള കാര്യം വ്യക്തമാക്കേണ്ടത് സർക്കാരാണ്, മുഖ്യമന്ത്രിയാണ്. ജയരാജ, നിങ്ങളുടെ നേതാക്കന്മാർ രാഹുൽ ഗാന്ധിയുടെ കാല് പിടിച്ച് നടന്നിട്ടാ 4 സീറ്റുമായി ജയിച്ചു പോയത്. മനസ്സിലായോ നിങ്ങൾക്ക്? തമിഴ്നാട്ടിലെ രണ്ടും അങ്ങ് എന്ത് കാല് പിടിച്ചത്, എന്ത് വിവരക്കേടാ താങ്കൾ ഈ പറയുന്നത്? കുറെ നാളുകൊണ്ട് പറയുന്നുണ്ടല്ലോ, ഒരു നാഷണൽ അലയൻസ് ഉണ്ടാകുമ്പോൾ പല ഭാഗത്തും അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ചകൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ സമാജ്വാദി പാർട്ടി നേതാവിന്റെ അഖിലേഷ് യാദവിന്റെ കാല് പിടിച്ചിട്ടാണ് രാഹുൽ ഗാന്ധി ഇവിടെ ജയിച്ചത്. ഇവിടെ വന്ന് കാല് പിടിച്ചിട്ടാണോ ജയിച്ചത്? കാല് പിടിച്ചിട്ടൊക്കെ എന്നിട്ട് പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ എടുക്കുന്നത് ഒരുമിച്ചിരുന്നാണ്. എന്നിട്ട് കാല് പിടിച്ചെന്നൊക്കെ പറയുന്ന ഒരുമാതിരി വാട്സ്ആപ്പ് മെസ്സേജിൽ വരുന്ന കോൺഗ്രസ്സുകാർ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കുന്ന സാധനങ്ങൾ എടുത്തുകൊണ്ടെന്ന് TV ചർച്ച വിളമ്പാൻ പോലെ ഇതൊക്കെ മഹാമോശമാണ്, നാണക്കേടാണ്. ഇതൊക്കെ കാല് പിടിച്ചെന്നൊക്കെ പറയുന്നത് ഇത് ആരെടുത്താ താങ്കൾ പറയുന്നത്? ഇത് ഏത് സമൂഹത്തിനെടുത്താ താങ്കൾ സംസാരിക്കുന്നത്? പ്രതികൾക്ക് പരോള് കിട്ടിയത് അറിയാത്ത, എങ്ങനെ ജയിൽ സെല്ലിലൊക്കെ താളുണ്ട് എന്നറിയാത്ത, ഭയങ്കര ധാരണയാണ്. താങ്കളുടെ ധാരണ താങ്കളൊക്കെ പിടിച്ച് ഭയങ്കര ധാരണയാണ്. ശരി, ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി. ശരി.